ദിശ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കറിയാം, നമുക്ക് തൊട്ട് മുന്നേ നടന്ന RRB NTPC ഗ്രാജുവേറ്റ് അതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് ഈ രണ്ട് എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ സ്ട്രാറ്റജിക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കയിൽ തന്നെ സെൻസസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഈ രണ്ട് എക്സാമിനും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഇനി വരുന്ന NTPC എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ സെൻസസ് എന്ന് പറയുന്ന ടോപ്പിക്ക് അല്ലെങ്കിൽ സെൻസസ് പറയുന്ന ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസും അവയുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും നമ്മൾ ഡെഫിനറ്റ്ലി പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് റെക്കോർഡഡ് ദ സെക്കൻഡ് ഹൈയസ്റ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഇൻ 2011 ആസ് പെർ ദ സെൻസസ് ഓഫ് ഇന്ത്യ? അതായത് 2011 സെൻസസ് എടുക്കുവാണെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ രണ്ടാമത് വരുന്ന സ്റ്റേറ്റ് ഏതാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇതിന് ആൻസർ പറയുന്നതിന് മുന്നേ എന്താണ് ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എത്ര ആളുകൾ താമസിക്കുന്നു അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 382 persons. ഇത് ഡയറക്ട്ലി എക്സാമിന്, അതായത് തൊട്ടു മുന്നേ നടന്ന NTPC എക്സാമിന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 382 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. അതായത് ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എത്ര ആളുകൾ താമസിക്കും എന്നുള്ളതാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി. 2011 പോപ്പുലേഷൻ ഡെൻസിറ്റി നോക്കുവാണെങ്കിൽ 382 persons per സ്ക്വയർ കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് അറിയണം. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏത് സ്റ്റേറ്റിലാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ്? പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബീഹാർ ആണ്. കേട്ടോ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ബീഹാർ. അറിയുക, ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണ്? 1106, 1106 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബീഹാർ. ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1106 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് അതാണ് അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. കേട്ടോ, ഇവിടുന്ന് ഡയറക്ട്ലി അഗൈൻ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അരുണാചൽ പ്രദേശിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന്. 17 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ 17 ആളുകൾ. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞ ഈ ഓരോ പോയിന്റ്സ് എക്സാമിന്റെ ഓരോ ക്വസ്റ്റ്യൻ അറിയണം. പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയയിൽ എത്ര ആളുകൾ താമസിക്കുന്നു അതിനെയാണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. 2011 സെൻസസ് പ്രകാരം നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് എന്ന് പറയുന്നത് ബീഹാർ എന്ന് പറയുന്നത്. ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1106 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള അരുണാചൽ പ്രദേശിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 17 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ പോപ്പുലേഷൻ ഡെൻസിറ്റി നമുക്ക് മനസ്സിലായി. നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഹൈയസ്റ്റ് ആ. പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ബീഹാർ ആണെന്നും എത്രയാണെന്നും പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ഹൈയസ്റ്റ്. പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ സെക്കൻഡ് ഹൈയസ്റ്റ് വരുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാൾ ആണ്. ഇവിടുന്ന് ഒരു കാര്യം കൂടി ഓർത്തിരുന്നോളുക, വെസ്റ്റ് ബംഗാളിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1029 ആണ്, 1029 ആണ്. ഓക്കെ, അപ്പൊ അതും പ്രോപ്പർലി ഓർക്കാലോ. ഓക്കെ, അപ്പോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളെ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. അതായത് പ്രോപ്പർലി നമ്മുടെ ക്ലാസ്സിന്റെ ഡ്യൂറേഷൻ എത്ര ടൈം ആണോ ആ ടൈമിൽ ക്ലാസ് കേൾക്കുന്നതിനെ കൂടെ തന്നെ പഠിച്ചു പോവുക. അറിയാത്ത ഫാക്റ്റുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നീട് ജസ്റ്റ് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ നോട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങൾ നോർമലി ക്ലാസ്സിൽ കാണുന്ന ആ ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തോണം. പിന്നീട് അത് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കളയരുത്. ക്ലാസ് കേൾക്കുന്നതിനെ കൂടെ തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ പറഞ്ഞ ഇങ്ങനെയാണ്, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 382 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. ഈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ബീഹാറും ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് അരുണാചൽ പ്രദേശുമാണ്. ബീഹാറിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1106 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്.
അരുണാചൽ പ്രദേശിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് 17 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റിയിൽ സെക്കൻഡ് ഹൈയസ്റ്റ് വരുന്ന സ്റ്റേറ്റ് ആണ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1029 persons per സ്ക്വയർ കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി അതിനുശേഷം പിന്നീട് നമ്മൾ ഓർക്കേണ്ടത് പോപ്പുലേഷൻ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1.21 ബില്യൺ ആണ് കേട്ടോ. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 1.21 ബില്യൺ ആണ്. പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഉത്തർപ്രദേശ്. പോപ്പുലേഷൻ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? സിക്കിം. ഓക്കെ, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എത്രയാണ്? 1.21 ബില്യൺ ആണ്. പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശും പോപ്പുലേഷൻ ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിമും ആണ്. ഇവിടുന്ന് വീണ്ടും ഓർത്തോളുക, എക്സാമിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് സിക്കിമിന്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 6.07 ലാക്ക് ആണ്. എത്രയാണ്? 6.07 ലാക്ക് ആണ്. ഓക്കെ, അപ്പൊ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.21 ബില്യൺ. പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശും ലീസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് സിക്കിമും ആണ്. സിക്കിമിന്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 6.07 ലാക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രോപ്പർലി ഓർത്തിരിക്കാലോ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. അതിനു മുന്നേ നമ്മുടെ ക്രിസ്മസുമായി റിലേറ്റ് ചെയ്ത് നമ്മുടെ SSC RRB എല്ലാ ലൈവ് കോഴ്സുകൾക്കും 10% ഓഫർ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ കോഴ്സുകൾ പോകുന്നത് ലൈവ് ക്ലാസ്സുകളായിട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫാക്കൽറ്റീസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് പറ്റും. മാത്രമല്ല, നിങ്ങളെ പഠിത്തത്തിൽ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് അവിടെ ഉണ്ടാവും. നിങ്ങളെ എല്ലാവരെയും കൂടി ചേർത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകളൊക്കെ ഗ്രൂപ്പ് വഴി എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ചേരാനായിട്ട് അല്ലെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ 2 നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ 2 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എങ്ങനെയാണ് വാട്ട് വാസ് ദ ലിറ്ററസി റേറ്റ് ഇൻ ഇന്ത്യ അക്കോർഡിംഗ് ടു 2011 സെൻസസ്? 2011 സെൻസസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. 2011 സെൻസസ് നോക്കുവാണെങ്കിൽ നമ്മുടെ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 74.04% ആണ്. എപ്പോഴും ചോദിച്ചു വരുന്ന മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, 2011 സെൻസസ് പ്രകാരം നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണ്? 74.04% ആണ്. ഇനിയുണ്ടല്ലോ, ഇവിടുന്ന് അറിയണം മെയിൽ ലിറ്ററസി എത്രയാണ്, ഫീമെയിൽ ലിറ്ററസി എത്രയാണ്. ഇനിയുണ്ടല്ലോ, ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടി വന്നിട്ടുണ്ട്, മെയിൽ ലിറ്ററസി എത്രയാണ് ചോദിക്കും, ഫീമെയിൽ ലിറ്ററസി എത്രയാണ് ചോദിക്കും. ഇത് കൂടാതെ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി, മെയിൽ ലിറ്ററസിയും ഫീമെയിൽ ലിറ്ററസിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 2011 സെൻസസ് പ്രകാരം ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 74.04%. അതിൽ മെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 82.14%. ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 65.46% ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി, മെയിൽ ലിറ്ററസിയും ഫീമെയിൽ ലിറ്ററസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 16.68%. അത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിച്ചോ. ഇനിയുണ്ടല്ലോ, റീസെന്റ് ചോദിച്ചേണ്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി? ടോട്ടൽ ലിറ്ററസിയും ഫീമെയിൽ ലിറ്ററസിയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പൊ ഈ വാല്യൂസ് എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കണമെന്ന് മനസ്സിലായല്ലോ. അതായത് തന്നെയും പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഷഫിൾ ചെയ്ത് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. 2011 സെൻസസ് പ്രകാരം നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 74.04%. അതിൽ മെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 82.14, ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 65.46. ഇനി നമ്മളെ ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ 16.68%. ടോട്ടൽ ലിറ്ററസിയും ഫീമെയിൽ ലിറ്ററസിയും, ഇനി ടോട്ടൽ ലിറ്ററസിയും മെയിൽ ലിറ്ററസിയും എന്ത് ചോദിച്ചാലും ചെയ്യാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, ലിറ്ററസി റേറ്റ് ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? നമ്മുടെ കേരളയാണ്. ലിറ്ററസി റേറ്റ് 2011 സെൻസസിനെ ബേസ് ചെയ്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ലിറ്ററസി റേറ്റ് ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരള. ലിറ്ററസി റേറ്റ് ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബീഹാറുമാണ്. ഇതാണ് ബീഹാർ. ഇനിയുണ്ടല്ലോ, ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നു, 1947 ലിറ്ററസി റേറ്റ് എത്രയാണ്? 1947 ലിറ്ററസി റേറ്റ് എത്രയാണ്?
1947 ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12% ആണ് കേട്ടോ. ഓൺലി 12%. ഓക്കെ, കഴിഞ്ഞില്ല. 1951 ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് 1951. ഈ 1951 ആകുമ്പോഴത്തേക്ക് നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18.33% ആണ്. 18.33%. അപ്പൊ 1947 ലിറ്ററസി റേറ്റ് 12%, 1951 ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18.33% ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ക്രൂഡ് ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ക്രൂഡ് ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 64.32% ആണ്. എത്രയാണ്? 64.32%. അപ്പൊ ഈ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക, പ്രോപ്പർലി ഓർത്തിരിക്കുക. ഇങ്ങനെ പഠിക്കുക. 2011 സെൻസസ് പ്രകാരം നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 74.04% ആണ്. അതിൽ മെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 82.14%, ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 65.46% ആണ്. ഇനി മെയിൽ ലിറ്ററസിയും ഫീമെയിൽ ലിറ്ററസിയും തമ്മിലുള്ള ഡിഫറൻസ് ആണെങ്കിലോ 16.68%. ലിറ്ററസി റേറ്റ് ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് കേരള. ലിറ്ററസി റേറ്റ് ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ബീഹാറുമാണ്. 1947 ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 12% ആണ്. 1951 ലിറ്ററസി റേറ്റോ 18.33%. നമ്മുടെ ക്രൂഡ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 64.32% ആണ്. അത്രയും കാര്യങ്ങൾ ഓർക്കാലോ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദാ ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു സെൻസസ് ഓഫ് ഇന്ത്യ, what was the approximate decadal growth rate of India's population during 2001 to 2011? അതായത് 2000, നമുക്കറിയാം നോർമലി സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് 10 വർഷം കൂടുമ്പോഴാണെന്ന് അല്ലെ. അപ്പൊ ഈ 10 വർഷം കൂടുമ്പോഴാണ് സെൻസസ് കണ്ടക്ട് ചെയ്യുന്നത് പറഞ്ഞു. അപ്പൊ 2001 നിന്ന് 2011 വന്നപ്പോ ആ 10 വർഷത്തെ കാലയളവില് പോപ്പുലേഷനിൽ എത്രമാത്രം ഇൻക്രിമെന്റ് വന്നു, അതാണ് ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. 2001 നിന്ന് 2011 വന്നപ്പോ ആ 10 വർഷത്തെ കാലയളവില് പോപ്പുലേഷനിൽ എത്രമാത്രം ഇൻക്രിമെന്റ് വന്നു, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 2011 സെൻസസ് പ്രകാരം നമ്മുടെ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 17.6% ആണ് കേട്ടോ. 2011 സെൻസസ് പ്രകാരം നമ്മുടെ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ്, അതായത് ആ 10 വർഷത്തെ കാലയളവിൽ പോപ്പുലേഷനിൽ വന്ന ഇൻക്രിമെന്റ്, ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17.6% ആണെന്ന് ഓർക്കുക. ഓക്കെ, ഈ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് മേഘാലയ കേട്ടോ. ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? മേഘാലയ. ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഏതെന്ന് പറയുന്നത് നാഗാലാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഏതാണ്? നാഗാലാൻഡ്. ഓക്കെ, അപ്പോ 2001 നിന്ന് 2011 വന്നപ്പോ ആ 10 വർഷത്തെ കാലയളവിൽ പോപ്പുലേഷനിൽ എത്രമാത്രം ഇൻക്രിമെന്റ് വന്നു, അതാണ് ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ്. എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 17.6%. ചില സ്ഥലങ്ങളിൽ 17.4% എന്നും കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് മേഘാലയ, ഡെക്കേഡൽ ഗ്രോത്ത് റേറ്റ് ലോവസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതാണ്? നാഗാലാൻഡ് ആണ്. ഓക്കെ, അടുത്തത് what was the sex ratio in India as per 2011 census data? 2011 സെൻസസ് പ്രകാരം സെക്സ് റേഷ്യോ എത്രയാണ്? അപ്പൊ സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ആണ് കേട്ടോ. മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. ഇവിടെ എപ്പോഴും 1000 മെയിൽസ് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണ്. 1000 മെയിൽ എന്താണ്? കോൺസ്റ്റന്റ് ആണ്. 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ്, ആ രീതിയിലുള്ള എന്ത് നമ്മൾ പറയുന്നത് സെക്സ് റേഷ്യോ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് മെയിൽ ടു ഫീമെയിൽ റേഷ്യോ ആണ്. ഇവിടെ 1000 മെയിൽസ് എന്നുള്ളത് കോൺസ്റ്റന്റ് ആണെന്ന് ഓർക്കുക. 2011 സെൻസസ് പ്രകാരം നമ്മുടെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 943 ആണ് കേട്ടോ. എത്രയാണ്? 943 ഫീമെയിൽസ് പെർ 1000 മെയിൽസ്. ഓക്കെ, അപ്പൊ ഒരു തവണ എക്സാമിനുണ്ടല്ലോ എത്ര മെയിൽസ് ആണ്, അതായത് സെക്സ് റേഷ്യോയില് ടോട്ടൽ എത്ര മെയിൽസ് ആണ് ഉള്ളതെന്ന് രീതിയിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1000 മെയിൽസ് ആണ്. ഓക്കെ, അപ്പോ 2011 സെൻസസ് പ്രകാരം നമ്മുടെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ ആൻസർ എത്രയാണ്? 943 ആണ്. ഇനി ഉണ്ടല്ലോ നമ്മുടെ ലേറ്റസ്റ്റ് ആയിരുന്ന എക്സാമിന് തന്നെ 2001 സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 2001 സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി ഇതിന്റെ കൂടുതൽ ഓർത്തോളുക 933 ആണ്. ഓക്കെ,
2011 സെക്സ് റേഷ്യോ 943യും 2001 സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ ആൻസർ 933 ആണെന്നും ഓർക്കുക. ഇനി ഉണ്ടല്ലോ വീണ്ടും ക്വസ്റ്റ്യൻ വന്നു, അർബൻ ഏരിയയിലെ സെക്സ് റേഷ്യോ എത്രയാണ്, റൂറൽ ഏരിയയിലെ സെക്സ് റേഷ്യോ എത്രയാണ്? അതായത് അർബൻ ഏരിയയിലെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ, റൂറൽ ഏരിയയിലെ മെയിൽ ടു ഫീമെയിൽ റേഷ്യോ. അർബൻ ഏരിയയിലെ ആണെങ്കിൽ 929ഉം റൂറൽ ഏരിയയിലെ ആണെങ്കിൽ 949ഉം ആണെന്ന് ഓർക്കുക. ഓക്കെ, പറയുന്ന ഓരോ പോയിന്റ്സും എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, സ്കിപ്പ് ചെയ്ത് പഠിക്കാനായിട്ട് പാടില്ല, എല്ലാ പോയിന്റും നോട്ട് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, അപ്പോ 2011 സെൻസസ് പ്രകാരം നമ്മുടെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ ആൻസർ 943 ആണ്. 2001 സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 933 ആണ്. അർബൻ ഏരിയയിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 929ഉം റൂറൽ ഏരിയയിലെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 949 ആണെന്നും ഓർക്കുക. ഓക്കെ, ഇനി നമ്മുടെ ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ചാൽ ആൻസർ 919 ആണ്. എത്രയാണ്? 919 ആണ്. ഓക്കെ, അപ്പൊ 2011 സെക്സ് റേഷ്യോ 943, 2001 സെക്സ് റേഷ്യോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 933 ആണ്. അർബൻ ഏരിയയിലെ സെക്സ് റേഷ്യോ ആണെങ്കിൽ 929ഉം റൂറൽ ഏരിയയിലെ സെക്സ് റേഷ്യോ ആണെങ്കിൽ 949ഉം ആണ്. ഇനി ചൈൽഡ് സെക്സ് റേഷ്യോ ആണെങ്കിലോ അത് 919ഉം ആണ്. ഓക്കെ, അപ്പൊ ആ കാര്യം കൂടി പ്രോപ്പർലി ഓർത്തിരിക്കുക. അടുത്തേന്ന് പറയുന്നത് what is the percentage of urban population in India according to 2011 census? 2011 സെൻസസ് നോക്കുവാണെങ്കിൽ നമ്മുടെ അർബൻ പോപ്പുലേഷൻ എത്രയാണ്? ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് അർബൻ പോപ്പുലേഷൻ ആണ്, 31.2%. ഇനി ഉണ്ടല്ലോ റൂറൽ പോപ്പുലേഷൻ എത്രയാണെന്ന് അറിയണം. റിമൈനിങ് എത്രയാ? 68.8%. അതും ക്വസ്റ്റ്യൻ വന്നു എക്സാമിന്. ഓക്കെ, അപ്പൊ 2011 സെൻസസ് പ്രകാരം അർബൻ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 31.2%, റൂറൽ പോപ്പുലേഷൻ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 68.8% ആണ്. ഓക്കെ, അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 31.2%, റൂറൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 68.8% ആണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ തുടക്കത്തിൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണോ കഴിഞ്ഞ NTPCക്ക് 18-ാം തീയതി നടന്ന സെക്കൻഡ് ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. അതായത് as per the census of India data, the overall population density of India, ഇന്ത്യയുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം 382 persons per square kilometer. ഒരു സ്ക്വയർ കിലോമീറ്ററിൽ 382 persons. ഓക്കെ, അടുത്തേന്ന് പറയുന്നത് which union territory of India recorded the highest population density in India 2011 as per census data? ഓക്കെ, അതായത് പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? അത് ന്യൂഡൽഹി ആണ് കേട്ടോ. പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? ന്യൂഡൽഹി ആണ്. പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതുപോലെ പോപ്പുലേഷനും കേട്ടോ, പോപ്പുലേഷൻ ഡെൻസിറ്റിയും അതുപോലെ പോപ്പുലേഷനും രണ്ടും ഹൈയസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ഏതാണ്? ഡൽഹിയാണ്. ഓക്കെ, ഇനി പോപ്പുലേഷൻ ലോവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണെന്ന് അറിയണം. പോപ്പുലേഷൻ ലോവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് അത് ലക്ഷദ്വീപ് ആണ് കേട്ടോ. ഇതാണ് ലക്ഷദ്വീപ്. അപ്പോ പോപ്പുലേഷൻ ഡെൻസിറ്റിയും പോപ്പുലേഷൻ രണ്ട് ഹൈയസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണ്? അത് ഡൽഹിയാണ്. പോപ്പുലേഷൻ ലോവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ആണ്. ലക്ഷദ്വീപിന്റെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 64,000 ആണ്, 64,000 ആണ്. ഓക്കെ, ഇങ്ങനെ കൂടി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു 4 യൂണിയൻ ടെറിട്ടറി കൊടുത്തിട്ട് 1,00,000 കുറവ് പോപ്പുലേഷനുള്ള യൂണിയൻ ടെറിട്ടറി ഏതാണെന്നും എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ഡൽഹി, ലോവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപുമാണ്. ഓക്കെ, അപ്പൊ ലക്ഷദ്വീപിന്റെ പോപ്പുലേഷൻ എത്രയാണെന്ന് കൂടി അറിയുക, 64,000 ആണ്. ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഹൈയസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി ഡൽഹി ആണെന്ന് പറഞ്ഞു. പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി, പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ ആദ്യം പഠിച്ചിട്ടുണ്ട്. പോപ്പുലേഷൻ ഡെൻസിറ്റി ലോവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ് കേട്ടോ. ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ നമ്മൾ ഇത്ര കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഇങ്ങനെയാണ് പറഞ്ഞത്, പോപ്പുലേഷനും പോപ്പുലേഷൻ ഡെൻസിറ്റിയും രണ്ടും ഹൈയസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി ആണ് ഏതെന്ന് പറയുന്നത്? ഡൽഹി എന്ന് പറയുന്നത്. പോപ്പുലേഷൻ ഡെൻസിറ്റി
ലോവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാറും പോപ്പുലേഷൻ ലോവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി എന്ന് പറയുന്നത് ലക്ഷദ്വീപുമാണ്. ഓക്കെ, പോപ്പുലേഷൻ ലോവസ്റ്റ് ആയിട്ടുള്ള യൂണിയൻ ടെറിട്ടറി ആണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിന്റെ പോപ്പുലേഷൻ 64,000. ഓക്കെ, അപ്പൊ നമുക്കറിയാം 2026 നമ്മുടെ RRB NTPCക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് കോഴ്സസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പർ കൃത്യമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂ സിലബസ് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. അതായത് എക്സാമിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ആ ഏരിയ തന്നെ മനസ്സിലാക്കി ആ ഏരിയക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് അങ്ങനെ ഏതൊക്കെ ടോപ്പിക്ക് മാക്സിമം പഠിച്ചിട്ട് പോണോ ആ ഏരിയ എല്ലാം കവർ ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മൾ പ്രോപ്പർലി ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് കോഴ്സസിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, കൃത്യമായിട്ടും എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാ 8075753676 എന്ന് പറയുന്ന നമ്പർ, അല്ലെങ്കിൽ 7012615062 ഇതിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു സെൻസസ് ഓഫ് ഇന്ത്യ 2011 which is the most urbanized state of India? most urbanized state ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഗോവയാണ്. കേട്ടോ, മോസ്റ്റ് അർബനൈസ്ഡ് സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? ഗോവയാണ്. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. കണ്ടോ, ക്വസ്റ്റ്യൻ തിരിച്ചു മറിച്ചു അങ്ങനെ തന്നെ ചോദിക്കുന്നത് കണ്ടോ. വീണ്ടും പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് കാൽക്കുലേറ്റഡ് ആസ് നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിംഗ് പെർ യൂണിറ്റ് ഏരിയ. എന്താണ്? നമ്പർ ഓഫ് പേഴ്സൺസ് ലിവിംഗ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു 2011 സെൻസസ് ഓഫ് ഇന്ത്യ which of the following state or union territory was observed absence of tribal population? അപ്പോൾ താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഏത് യൂണിയൻ ടെറിട്ടറി ആണ് ട്രൈബൽ പോപ്പുലേഷൻ ആബ്സെന്റ് ആയിട്ടുള്ളത് നമ്മുടെ 2011 സെൻസസ് പ്രകാരം? ഓക്കെ, അപ്പൊ 2011 സെൻസസ് പ്രകാരം ട്രൈബൽ പോപ്പുലേഷൻ ആബ്സെന്റ് ആയിട്ടുള്ളത് എവിടെയാണെന്ന് അറിയാമോ? അത് പഞ്ചാബിലാണ്. എവിടെയാണ്? പഞ്ചാബിൽ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് പഠിക്കാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂല സെൻസസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി, റീസെന്റ് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. As per Census of India 2011, Hindi has retained its position as a predominant language spoken about by dash of the population. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ഹിന്ദിയാണ്. ഓക്കെ, അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാണെന്ന് പറഞ്ഞു? ഹിന്ദി. സെക്കൻഡ് ഏതാണ്? ബംഗാളി. മൂന്നാമത് ഏതാണ്? മറാത്തി. അതിനുശേഷമാണ് തെലുങ്ക്. കേട്ടോ, ഫസ്റ്റ് ഏതാണ്? ഹിന്ദി. സെക്കൻഡ് എന്ന് പറയുന്നത് ബംഗാളി, തേർഡ് മറാത്തി, ഫോർത്ത് എന്ന് പറയുന്നത് തെലുങ്ക്. അപ്പൊ ഈ ഹിന്ദി സംസാരിക്കുന്നത് എത്ര പെർസെന്റേജ് ആളുകളാണ്? 1 സെക്കൻഡ്. ഹിന്ദി സംസാരിക്കുന്നത് എത്ര പെർസെന്റേജ് ആളുകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ 43.63% ആണ്. കേട്ടോ, എത്രയാണ്? 43.63% ആണ്. അപ്പോ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാ? ഹിന്ദി, ബംഗാളി, മറാത്തി, തെലുങ്ക്. ഹിന്ദി സംസാരിക്കുന്ന എത്ര ആളുകളാ? 43.63%. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അക്കോർഡിംഗ് ടു ദ സെൻസസ് ഓഫ് ഇന്ത്യ 2011 what was the percentage of total migrants from Nepal? 2011 സെൻസസ് നോക്കുവാണെങ്കിൽ നേപ്പാളിൽ നിന്നുമുള്ള ടോട്ടൽ മൈഗ്രൻസ് എത്രയാണ്? അത് 15.1% ആണ്. കേട്ടോ, നേപ്പാളിൽ നിന്നുള്ള ടോട്ടൽ മൈഗ്രൻസ് എത്ര പെർസെന്റേജ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 15.1% ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, as per census data total percentage of Muslims in India 2011 സെൻസസ് നോക്കുവാണെങ്കിൽ ടോട്ടൽ മുസ്ലിംസ് എത്ര പെർസെന്റേജ് ആണ്? ഓക്കെ, അപ്പോ ഹിന്ദുസ് നമുക്കറിയാം കൂടുതലുള്ളത് ഹിന്ദുസ് തന്നെയാണ്. ഹിന്ദുസ് എന്ന് പറയുന്നത് 79.8% ഹിന്ദുസ്. മുസ്ലിംസ് എന്ന് പറയുന്നത് 14.2% ആണ്. ഇനി ക്രിസ്ത്യൻസ് എത്ര പെർസെന്റേജ് ആണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ക്രിസ്ത്യൻസ് 2.3% ആണ്. എത്രയാണ്? 2.3%. ഓക്കെ, അപ്പൊ 2011 സെൻസസ് നോക്കുവാണെങ്കിൽ ഹിന്ദുസ് എന്ന് പറയുന്നത് 79.8%, മുസ്ലിംസ് എന്ന് പറയുന്നത് 14.2%, ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് 2.3% ആണ്. ഓക്കെ, അടുത്തത്
In the decade of 2001 to 2011, which state experienced a negative growth rate in population growth? Negative growth rate റീഡ് ചെയ്ത സ്റ്റേറ്റ് എന്ന് വെച്ച് തന്നെ ഓർക്കുക. നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ് റീഡ് ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? നാഗാലാൻഡ് ആണ്. ഏതാണ്? നാഗാലാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ഹിന്ദി. അപ്പൊ ഹിന്ദി, ബംഗാളി, മറാത്തി, തെലുങ്ക്. എത്ര പെർസെന്റേജ് ആളുകളാണ് ഹിന്ദി സംസാരിക്കുന്നത്? 43.63%. നേപ്പാളിൽ നിന്നുള്ള ടോട്ടൽ മൈഗ്രൻസ് എത്രയാണെന്ന് വെച്ചാൽ ഇതിന് ആൻസർ 15.1% ആണ്. 2011 സെൻസസ് എടുക്കുവാണെങ്കിൽ നമ്മുടെ ഹിന്ദുസ് എന്ന് പറയുന്നത് 79.8%, മുസ്ലിംസ് എന്ന് പറയുന്നത് 14.2%, ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് 2.3% ആണ്. നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് റീഡ് ചെയ്ത സ്റ്റേറ്റ് ആണ് ഇത്? നാഗാലാൻഡ്. അടുത്തേന്ന് പറയുന്നത് ടോട്ടൽ ഫോറസ്റ്റ് കവർ ഇൻ ഇന്ത്യ ആസ് പെർ 2011 സെൻസസ്. 2011 സെൻസസ് എടുക്കുവാണെങ്കിൽ ടോട്ടൽ ഫോറസ്റ്റ് കവർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21.5% ആണ്. ഓക്കെ, 2011 സെൻസസ് പ്രകാരം ടോട്ടൽ ഫോറസ്റ്റ് കവർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 21.5% ആണ്. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് നോക്കാം. ഇതെല്ലാം അതുപോലെ തന്നെ പഠിച്ചേക്കുക കേട്ടോ. ഓക്കെ, ഹൗ മെനി ക്വസ്റ്റ്യൻസ് വെയർ canvassed during population enumeration in the 2011 census of India? അതായത് റീസെന്റ് നടന്ന എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോ ശരിക്കും 2011 പോപ്പുലേഷൻ എന്യൂമറേഷന്റെ സമയത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം എത്രയാണ്? 29 ആണ് കേട്ടോ. 29 ക്വസ്റ്റ്യൻസ് വെയർ canvassed during population enumeration in the 2011 census of India. Who was the Registrar General and Census Commissioner of India for the 2011 Indian census? 2011 സെൻസസ് നടക്കുമ്പോൾ നമ്മുടെ RGCCI കേട്ടോ, ഈ RGCCIയുടെ ഫുൾ ഫോം എന്താണെന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ? രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഓക്കെ, RGCC എന്ന് പറയുമ്പോൾ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. 2011 സെൻസസ് പ്രകാരം നമ്മുടെ RGCCI ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചന്ദ്രമൗലി ആണ് കേട്ടോ. ആരാണ്? ചന്ദ്രമൗലി. ഓക്കെ, അപ്പോ പോപ്പുലേഷൻ എന്യൂമറേഷൻ 2011 പോപ്പുലേഷൻ എന്യൂമറേഷന്റെ സമയത്ത് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്? 29. 2011 സെൻസസ് നടക്കുന്ന സമയത്ത് നമ്മുടെ RGCCI രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചന്ദ്രമൗലി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫേസസ് വാസ് ദി 2011 സെൻസസ് കണ്ടക്ടഡ് ഇൻ ഇന്ത്യ? 2011 സെൻസസ് എത്ര ഫേസുകളിലായിട്ടാണ് കണ്ടക്ട് ചെയ്തത്? അതിന് ആൻസർ 2 phases ആണ് കേട്ടോ. എത്ര ഫേസിലായിട്ടാണ്? 2 phases. According to the 2011 census, which island in Lakshadweep has the smallest population? Okay, 2011 സെൻസസ് നോക്കുവാണെങ്കിൽ ഏറ്റവും ചെറിയ പോപ്പുലേഷൻ ഉള്ള ലക്ഷദ്വീപിലെ ഏത് ഐലൻഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിത്ര ഐലൻഡിലാണ്. ഏതാണ്? ബിത്ര. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കറിയാം 2011 സെൻസസ് പ്രകാരം ഹൈയസ്റ്റ് പെർസെന്റേജ് ഓഫ് ഹിന്ദു പോപ്പുലേഷൻ. ഹിന്ദു പോപ്പുലേഷൻ ഹൈയസ്റ്റ് പെർസെന്റേജ് ഉള്ളത് ഏത് സ്റ്റേറ്റിലാണ്? ഹിന്ദു പോപ്പുലേഷൻ 79.8 ആണെന്ന് അറിയാം ടോട്ടൽ ഇന്ത്യയിൽ. മുസ്ലിംസ് എന്ന് പറയുന്നത് 14.2% ആണെന്ന് അറിയാം. ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് 2.3% ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഹിന്ദു പോപ്പുലേഷൻ ഹൈയസ്റ്റ് പെർസെന്റേജ് ഉള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഹിമാചൽ പ്രദേശ് ആണ്. ഹിന്ദു പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിലെ ഹിന്ദു പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആണെന്ന് പഠിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഓർത്തോളുക 2001ലെയും 2011ലെയും 2 വർഷത്തെയും സെൻസസ് എടുക്കുമ്പോൾ 2 വർഷവും ലിറ്ററസി റേറ്റിൽ ഒരേ പൊസിഷൻ ആയിട്ടുള്ള 11th പൊസിഷൻ കീപ്പ് ചെയ്ത സ്റ്റേറ്റും ഏത് തന്നെയാണ്? ഹിമാചൽ പ്രദേശ് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഹിന്ദു പോപ്പുലേഷൻ ഹൈയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ്. 2001ലെയും 2011ലെയും സെൻസസ് എടുക്കുന്ന സമയത്ത് 2 വർഷത്തെ സെൻസസിലും ഒരേ പൊസിഷൻ, അതായത് 11th പൊസിഷൻ കീപ്പ് ചെയ്ത സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ ഹിമാചൽ പ്രദേശ് ആണ്. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. പോപ്പുലേഷൻ എന്യൂമറേഷൻ ക്യാൻവാസിംഗിന്റെ ടൈമിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്? 29. 2011 സെൻസസ് നടക്കുന്ന സമയത്ത് നമ്മുടെ RGCCI രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ചന്ദ്രമൗലി ആണ്.
2011 സെൻസസ് എത്ര ഫേസുകളിലായിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ 2 ഫേസസ്. ഓക്കെ, സ്മോളസ്റ്റ് പോപ്പുലേഷൻ ഉള്ള ലക്ഷദ്വീപിലെ ഏത് ഐലൻഡിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിത്ര ഐലൻഡിലാണ്. ഹിന്ദു പോപ്പുലേഷൻ ഹയസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഏതാണ്? ഹിമാചൽ പ്രദേശ് ആണ്. 2001ലെയും 2011ലെയും 2 വർഷത്തെയും സെൻസസ് എടുക്കുമ്പോൾ 11th പൊസിഷൻ, അതായത് സെയിം പൊസിഷൻ കീപ്പ് ചെയ്ത സ്റ്റേറ്റും ഏത് തന്നെയാണ്? ഹിമാചൽ പ്രദേശ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ സ്റ്റുഡൻസിന് ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റ് ചെയ്ത ഫാക്ടുകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.